എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഐസ്ക്രീം ഫ്രൂട്ട് സാലഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഈ റെസിപ്പിക്ക് വേണ്ടി ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. ലിൻഡ അരുൺ ഫ്രം UK ആണിത് റിക്വസ്റ്റ് ചെയ്തത്. അപ്പോൾ ലിൻഡയ്ക്ക് വേണ്ടിയാണ് ഞാനിത് ചെയ്തത്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐസ്ക്രീം സാലഡ് റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഐസ്ക്രീം ഫ്രൂട്ട് സാലഡ് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഒന്നെന്ന് പറയുന്നത് കട്ട് ഫ്രൂട്ട്സ് മാത്രം ഇട്ടിട്ട് ചെയ്യാൻ പറ്റും, അതായത് ഫ്രൂട്ട്സ് അതേപടി ഐസ്ക്രീമുമായിട്ട് മിക്സ് ചെയ്യും. രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഫ്രൂട്ട്സ് കട്ട് ചെയ്തിട്ട് അതൊരു ഷുഗർ സിറപ്പിലിടും, അപ്പോൾ എന്നിട്ട് ഐസ്ക്രീമുമായിട്ട് സെർവ് ചെയ്യും. അപ്പോൾ ഞാനിവിടെ രണ്ടാമത്തെ രീതിയാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കിയിട്ട് വരാം. ഐസ്ക്രീം ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫ്രൂട്ട്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഫ്രൂട്ട്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇത് പിയറാണ്, നന്നായിട്ട് പഴുത്തൊരു പിയർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ആപ്പിൾ എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഷുഗർ സിറപ്പാണ്. ഇത് കുറച്ച് ഷുഗർ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് കുറുക്കിയെടുത്തതാണ്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർക്കാവുന്നതാണ്. അപ്പോൾ പൈനാപ്പിളൊക്കെ ചേർക്കാം, അപ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ്. പൈനാപ്പിൾ ചേർക്കുകയാണെങ്കിൽ നിങ്ങളതൊന്ന് വേവിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടി കൂടും. ഇതിൽ നിങ്ങൾക്ക് ഗ്രേപ്സ് ചേർക്കാം, സ്ട്രോബെറി എല്ലാം ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഐസ്ക്രീമിൻ്റെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് അപ്പോൾ തന്നെ വേണമെങ്കിൽ അപ്പോൾ തന്നെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ അപ്പോൾ തന്നെയാണ് എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഐസ്ക്രീം സെർവ് ചെയ്യുന്ന ബൗളിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട് സാലഡ് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് ടൈപ്പിലെ ഗ്ലാസ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഒന്നുകൂടെ നീളമുള്ള ഗ്ലാസ് ആണെങ്കിൽ പല ലെയറായിട്ട് അതിരിക്കും. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിലുള്ള ഐസ്ക്രീം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ളൊരു ഐസ്ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഇത് സ്കൂപ്പ് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയും ഐസ്ക്രീം വെച്ച് കൊടുക്കാവുന്നതാണ്. ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം. നട്ട്സ് ഇടുമ്പോൾ കുറച്ച് മാത്രം ഇടുക. പിന്നെ വേണമെങ്കിൽ ഹണി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയൊക്കെ വെച്ച് അലങ്കരിക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഐസ്ക്രീമാണിത്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഹണി കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ഫ്രൂട്ട് സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന റെസിപ്പി ആയിരിക്കും, എന്നാലും അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.